ഞാൻ Ennemcien. ഈ പോസ്റ്റിങ്ങിൽ നമുക്ക് ഈ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ബേസിക് ക്വാണ്ടിറ്റീസ് പരിചയപ്പെടണം. ഫ്രീക്വൻസി, പീരീഡ് ഇതെല്ലാം കണ്ടു. നമുക്ക് ഇനിയും അറിയേണ്ടത് ഈ ട്രാൻസ്ലേഷണൽ മോഷനിൽ, അതായത് മുൻപോട്ട് ചലിക്കുക, ബാക്കിലോട്ട് ചലിക്കുക, സ്ഥാനം മാറുക, അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല ഡിസ്റ്റൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. ഇതിന് പകരം റൊട്ടേഷനകത്ത് തിരിഞ്ഞ ആംഗിളാണ് നമ്മളെപ്പോഴും റെഫർ ചെയ്യുക, ഉപയോഗിക്കുക. തീറ്റ റേഡിയനിലായിരിക്കണം നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എവിടെ പറയുന്നു അവിടെയൊക്കെ അതിൻ്റെ സ്ഥാനത്തൊക്കെ റൊട്ടേഷനകത്ത് റൊട്ടേറ്റ് ചെയ്ത ആംഗിളാണ് പറയുന്നത്. ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് 2π റേഡിയൻ, അല്ലെങ്കിൽ 360 ഡിഗ്രി. 4 റൊട്ടേഷൻ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാ തീറ്റയ്ക്ക് പറയാം. തീറ്റ ഈക്വൽസ് 8π റേഡിയൻ ആൻഡ് സോ ഓൺ. അപ്പോൾ എസ്സിന് പകരം റൊട്ടേഷനകത്ത് എപ്പോഴും പറയേണ്ടത് തീറ്റയാണ്, തിരിഞ്ഞ ആംഗിൾ. ഈ തീറ്റയ്ക്ക് പറയുന്ന പേര് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ്. ഇവിടെ ട്രാൻസ്ലേഷനകത്ത് നമ്മൾ വെലോസിറ്റി വി ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെ ആവറേജ് വെലോസിറ്റി പറയുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയും. ഇതുപോലെ ഇവിടെ റൊട്ടേഷനകത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ, സ്മോൾ ലെറ്റർ ഒമേഗ എന്ന് പറയും. ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗിൾ പെർ യൂണിറ്റ് ടൈം, മറ്റേ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ടൈം, ഇവിടെ ആംഗിൾ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒമേഗ ഈക്വൽസ് തീറ്റ ബൈ ടി. അത് ആവറേജ് ആംഗുലാർ വെലോസിറ്റിയാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണണമെങ്കിൽ വി ഡി എസ് ബൈ ഡി ടി, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിന് പകരം ഇവിടെ ഒമേഗ ഈക്വൽസ് ഡി തീറ്റ ബൈ ഡി ടി എന്ന് എടുക്കും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് തീറ്റ ബൈ ടി ആണല്ലോ. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ്, അതാണ് ഒമേഗയുടെ യൂണിറ്റ്. ഇതുപോലെ ട്രാൻസ്ലേഷൻ അല്ലെ ലീനിയർ മോഷനിൽ നമ്മൾ ആക്സിലറേഷൻ സ്മോൾ ലെറ്റർ എ ഉപയോഗിക്കാറുണ്ട്. എ ഈക്വൽസ് ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം, വി മൈനസ് യു ബൈ ടി എന്നൊക്കെ എടുക്കുമല്ലോ. അതല്ല കാൽക്കുലസിൽ പറയുമ്പോൾ ഡി വി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിന് പകരം റൊട്ടേഷനകത്ത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയും, ഉണ്ടെന്ന് പറയും, ആൽഫ. അത് വെറുതെ ഇപ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് ഇപ്പോൾ റെഫർ ചെയ്താൽ മതി, വേറെ ആക്സിലറേഷനും വരും റൊട്ടേഷനകത്ത്. ഇപ്പോൾ നമുക്ക് വെറുതെ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം, അല്ല ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുമ്പോൾ ആൽഫ ഈക്വൽസ് ഒമേഗ മൈനസ് ഒമേഗ 0 ബൈ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. കാൽക്കുലസിൽ പറഞ്ഞാൽ ആൽഫ ഈക്വൽസ് അവിടെ ഡി വി ബൈ ഡി ടി പറഞ്ഞാൽ ഇവിടെ ഡി ഒമേഗ ബൈ ഡി ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക്. ഇവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെ പേരും ലെറ്ററും ചെറിയ ചേഞ്ച് വരും എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആവറേജ് ആണെങ്കിൽ തീറ്റ ബൈ ടി എന്ന് എടുത്താൽ മതി, ടോട്ടൽ ആംഗിൾ റൊട്ടേറ്റഡ് ബൈ ടൈം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എടുക്കണമെങ്കിൽ ഒമേഗ ഈക്വൽസ് ഡിഫറൻഷ്യൽ ഡി തീറ്റ ബൈ ഡി ടി ഇൻസ്റ്റൻറ്റേനിയസ്, യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ഈ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറയുന്നത് ഒന്നുകിൽ 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലെ നമ്പർ ഓഫ് റെവല്യൂഷനാണ്. ഒരു റെവല്യൂഷൻ അല്ലെ ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആംഗിൾ 2πയാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആംഗിൾ എത്ര? 2π ഇൻറ്റു എഫ്. ഒരു സെക്കൻഡിൽ
തിരിയുന്ന ആംഗിൾ ആണല്ലോ ഒമേഗ. അപ്പോൾ ഒമേഗ ഈക്വൽസ് 2π ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറയാം. ഫ്രീക്വൻസിയുടെ സ്ഥാനത്ത് 1/t എന്നിടാം പീരീഡ്. അപ്പോൾ 2π/t എന്ന് പറയാം. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽസ് 2π ഇൻറ്റു ഫ്രീക്വൻസി അല്ലെ 2π/പീരീഡ് എന്നും പറയാം. ഇനി നമുക്കിത് തമ്മിലുള്ള റിലേഷൻ എന്ന് എടുക്കണം. എസ് ഈക്വൽസ് ആർ തീറ്റ, ഇത് നമുക്കറിയാം. ഈ എസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിലെ ഡിസ്റ്റൻസാണ്. അതിനെ നമുക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കും. എസ് ആർ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്, തീറ്റ ആംഗിൾ സബ്റ്റൻഡ്. ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടി കൊണ്ട്. അപ്പോൾ ds/dt ഈക്വൽസ് റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്, അതും മാറ്റിയിടുക, ഇൻറ്റു dθ/dt. ds/dt എന്ന് പറഞ്ഞാൽ വി വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി വി ട്രാൻസ്ലേഷണൽ, ഈക്വൽസ് ആർ ഇൻറ്റു dθ/dt ഈസ് ഒമേഗ ആംഗുലർ. അപ്പോൾ വി ഈക്വൽസ് ആർ ഒമേഗ എന്ന് വരും. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ വി ഈക്വൽസ് ആർ ഒമേഗ എന്ന് കിട്ടി. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് dv/dt ഈക്വൽസ് ആർ കോൺസ്റ്റൻ്റ് ആണ്, ആർ ഇൻറ്റു dω/dt. ഇത് ട്രാൻസ്ലേഷണൽ ആക്സിലറേഷൻ, സ്ട്രേറ്റ് ലൈനിൽ പോകുമ്പോൾ ഉള്ള ആക്സിലറേഷൻ. എ ഈക്വൽസ് ആർ ഇൻറ്റു ആൽഫ. അപ്പോൾ ലീനിയർ ഈക്വൽസ് റേഡിയസ് ഇൻറ്റു ആംഗുലാർ. അപ്പോൾ എസ് ഈക്വൽസ് ആർ തീറ്റ, വി ഈക്വൽസ് ആർ ഒമേഗ, എ ഈക്വൽസ് ആർ ആൽഫ. അപ്പോൾ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വാണ്ടിറ്റി അറിഞ്ഞാൽ അതിനെ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട തത്തുല്യ ക്വാണ്ടിറ്റി കിട്ടും. ഇതുപോലെ കൈനമാറ്റിക്സിൽ റൊട്ടേഷന് നമുക്ക് അവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ പോലെ ഇവിടെയും കൈനമാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ വി ഈക്വൽസ് യു പ്ലസ് എ ടിക്ക് വരെ റൊട്ടേഷനകത്ത് ഒമേഗ ഈക്വൽസ് ω0 പ്ലസ് ആൽഫ ടി, എക്ക് പകരം ആൽഫ, യുവിന് പകരം ω0 ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി, ഇത് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. ടൈമിന് മാറ്റമൊന്നുമില്ല, റൊട്ടേഷൻ ആണെങ്കിലും നേരെ ആണെങ്കിലും വളഞ്ഞാണെങ്കിലും ടൈം ഈസ് സെയിം. അടുത്തത് എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ട്രാൻസ്ലേഷണൽ മോഷനില്ല. എസിന് പകരം റൊട്ടേഷൻ ആകുമ്പോൾ തീറ്റ വരേണ്ട. അപ്പോൾ തീറ്റ ഈക്വൽസ് ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. അതിന് വരെ ഇവിടെ ഒമേഗ സ്ക്വയർ ഈക്വൽസ് ω0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, nth സെക്കൻഡിൽ ഓടിയത് SN ഈക്വൽസ് യു പ്ലസ് എ ഇൻറ്റു n മൈനസ് ഹാഫ്. ഇതിന് പകരം ഇവിടെ തീറ്റ n ഈക്വൽസ് ω0 പ്ലസ് ആൽഫ ഇൻറ്റു n മൈനസ് ഹാഫ്. ഇതാണ് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി. അപ്പോൾ ഒന്നിൻ്റെ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അടുത്ത് റൊട്ടേഷനകത്തോട്ട് കയറാം. താങ്ക് യു.